അപ്പം ചങ്കുകളെ, നിങ്ങൾ ഒരുപാട് പേരുണ്ടാവും, പഠിക്കണം 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 എന്ന ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. ആദ്യമൊക്കെ വിചാരിക്കും പരീക്ഷയുടെ ഡേറ്റ് അങ്ങോട്ട് വരട്ടെ, എന്നിട്ട് വേണം പഠിക്കാൻ. അങ്ങനെ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ വിചാരിക്കും ഇനിയുണ്ടല്ലോ, ഒന്ന് രണ്ട് ദിവസമൊക്കെ കഴിയട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ ദിവസങ്ങളൊക്കെ അങ്ങോട്ട് ആവുമ്പോൾ പിന്നെ അങ്ങ് പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇത്രയും ദിവസം വെറുതെ കളഞ്ഞല്ലോ, ഇനിയിപ്പോ എങ്ങനെയാ പഠിക്കുക, ഒരുപാട് പഠിക്കാണ്ടല്ലോ, പഠിച്ചാൽ എത്തുവോ, അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ടുകൾ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ്, അതായത് കുറച്ച് പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. എന്ന് പറഞ്ഞാൽ, ഇറ്റാലിയനായിരുന്ന നമുക്കൊരു കഥ പറയാം. ഇറ്റാലിയനായിരുന്ന വിൽഫ്രെഡോ പരേറ്റോ പരേറ്റോ എന്ത് വിചാരിച്ചു എന്നറിയോ? മനസ്സിലാക്കി. അതായത് ഇറ്റലിയിലെ 80% സമ്പത്തും ധനികരും അവിടുത്തെ 20% ആളുകളാണ്. അപ്പം എങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നു? അപ്പൊ പരേറ്റോ നോക്കിയപ്പോ ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ ഒരു നീറ്റ് ചാനല്, അവിടെ എനിക്കിപ്പോ 2000-ത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ആക്കിയിട്ടുള്ളൂ. അപ്പൊ ചങ്കുകളെ, നിങ്ങളെ സഹായം വേണം. നമ്മൾ ഒരുപാട് വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്, കോഡുകളും ട്രിക്കുകളും ഒക്കെ ആയിട്ട്. അപ്പം അതൊക്കെ ഒന്ന് നോക്കുക, നിങ്ങളെ ചങ്കുകളൊക്കെ വിളിച്ചുകൊണ്ടുവരിക. നമുക്ക് ഓണപ്പരീക്ഷ മാത്രമല്ല, +2ന്റെ ആ ഒരു പബ്ലിക് എക്സാം കഴിയുമ്പോൾ ഫുൾ A+ ആയിട്ട് അങ്ങ് പോകണം. അപ്പം അതിന് നിങ്ങൾക്ക് ഒരുപാട് അത്തരത്തിലുള്ള വീഡിയോകള്, കഥകളൊക്കെ ആയിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ആ 2000 സബ്സ്ക്രൈബേഴ്സിനകത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ കുറച്ച് വീഡിയോസ് നിന്നാണ് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ആ ഒരു ടെക്നിക്കാണ് പരേറ്റോ പ്രിൻസിപ്പിൾ. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഓണപ്പരീക്ഷയ്ക്ക് പഠിക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അത് മാത്രമല്ല, അടിപൊളിയായിട്ട് പഠിക്കാനുള്ള മോട്ടിവേഷൻ ട്രിക്കുകൾ ഫണ്ണായിട്ട് എൻജോയ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട ചങ്കുകളെ. അപ്പം ഇങ്ങനെ പറഞ്ഞിപ്പോ ഒരുപാട് നീണ്ടു പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ കാര്യത്തിലോട്ട് കിടക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ഒരു പേപ്പർ എടുക്കാം. അപ്പം ഇന്ന് നമ്മൾ പറയുന്നത്, നിങ്ങൾ പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ മാത്സ്. അപ്പൊ മാത്സ് ആണല്ലോ പലർക്കും ബുദ്ധിമുട്ട്. മാത്സ് കഴിഞ്ഞാൽ ഫിസിക്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കെമിസ്ട്രി. കെമിസ്ട്രി ഒക്കെ ഭയങ്കര എളുപ്പാട്ടോ. അപ്പൊ ബയോളജിയിൽ നമുക്ക് ആദ്യം ബോട്ടണി എഴുതാം. ബോട്ടണി എഴുതി സുവോളജി. അപ്പൊ നിങ്ങൾ മാത്സിൽ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്. അപ്പൊ നിങ്ങൾ അത് എടുക്കാം, മാട്രിക്സ് എടുക്കാം. മാട്രിക്സ് നിങ്ങൾ എന്താക്കുക? അതിനകത്ത് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു ചാപ്റ്റർ ആണ്, എന്നായിട്ട് വെയിറ്റേജ് ഉണ്ടല്ലോ, അതങ്ങ് ആദ്യം ഫിനിഷ് ചെയ്യാം. ദെൻ നേരെ ഫിസിക്സിലോട്ട് പോവുക. ഫിസിക്സിൽ നല്ല വെയിറ്റേജ് ആണ് നമ്മുടെ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അപ്പം പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ, അതങ്ങ് നോക്കാം. അതങ്ങ് നോക്കുക എന്ന് പറയുമ്പോണ്ടല്ലോ, ഇതിൽ എല്ലാം കൂടി നോക്കാൻ നിൽക്കരുത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PYQs നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ക്ലിയർ ചെയ്യുക. അത് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ അടുത്തതിലോട്ട് അങ്ങ് മൂവ് ചെയ്യാം. പിന്നെ ഇവിടെ കെമിസ്ട്രിയിൽ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി അങ്ങോട്ട് എന്ത് ചെയ്യുക? അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PYQs കാര്യങ്ങളൊക്കെ അങ്ങ് സെറ്റ് ആക്കാം. എന്നിട്ട് ബോട്ടണിയിലോട്ട് പോവുക. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അത് നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്, അത് അങ്ങോട്ട് സെറ്റ് ആക്കുക. അപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പൊ ഇതൊന്നും ഞാൻ ഇവിടെ എഴുതുന്നില്ല. അതൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, അതൊക്കെ നമ്മുടെ ഒരു ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ കൊടുക്കും. അവിടെ അങ്ങ് ക്ലിക്ക് ചെയ്താൽ മതി. കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഡയറക്റ്റ് എത്തി. അപ്പൊ അവിടെ നമ്മൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ തരും. സുവോളജിയിൽ പിന്നെ എന്ത് ചെയ്യാന്നറിയോ? നിങ്ങൾ ഹ്യൂമൻ റിപ്രൊഡക്ഷൻ, അതിനകത്ത് അത് പഠിച്ചിട്ടുണ്ടാവും എല്ലാവരും. +1 തന്നെ നിങ്ങൾ ഈ ചാപ്റ്റർ ഒക്കെ നോക്കാൻ തുടങ്ങിയ സ്റ്റുഡൻസിനെ നമുക്കറിയാം. ഇത് നിങ്ങൾ സെറ്റ് ആയിട്ടുണ്ടാവും അല്ലെ? ഒന്നും പഠിച്ചില്ലേ, ഇത് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ശരിയാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിലൊക്കെ PYQs നിങ്ങൾ ആദ്യം നോക്കേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞാൽ അങ്ങനെ നോക്കിയതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് വരിക, മാത്സില്. അപ്പൊ അവിടെ നമുക്ക് ഡിറ്റർമിനൻസ് നോക്കാം. പിന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ചാർജസ് ആൻഡ് ഫീൽഡ്സ്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. അപ്പൊ അതിനകത്ത് അത് നോക്കാം. ദെൻ നമുക്ക് സൊല്യൂഷൻസ് നോക്കാം. ദെൻ ബോട്ടണിയിൽ നമുക്ക് അതിനകത്ത് ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്, അതിനകത്ത് അത് നോക്കാം. അതുപോലെ തന്നെ നമുക്കിവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് നോക്കാം. അപ്പൊ അങ്ങനെ നിങ്ങൾ ഓർഡർ വൈസ് ഇങ്ങനെ ഒരു സംഭവം ഫോളോ ചെയ്ത് പോവുക. ഇനി ബാക്കി നിങ്ങൾ എന്താ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ അറിയിക്കും. അപ്പൊ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടിപൊളിയായിട്ട് മടുപ്പ് തോന്നാത്ത രീതിയിൽ എങ്ങനെ പഠിക്കാമെന്നാണ് അതിനകത്താണ് നമ്മൾ റിസർച്ച് നടത്തുന്നത്. നമ്മുടെ സ്റ്റുഡൻസിനെ അങ്ങനെ മടുപ്പ് തോന്നാതെ, അതുപോലെ തന്നെ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ കുറച്ച് നേരം പഠിച്ച കാര്യങ്ങൾ തന്നെ മറന്നു പോകാതെ പഠിക്കാൻ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാണ്ട് കുറെ ഇരുന്ന് പഠിച്ചിട്ട് നമുക്ക് മാർക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിന് പിന്നെ വല്ല അർത്ഥമുണ്ടോ? ഫോളോ ചെയ്യാൻ മറക്കണ്ട. ചങ്കുകൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവരാൻ മറക്കണ്ട. അപ്പൊ ഇതൊക്കെയാണ്
അപ്പം ഇതുവരെ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു അടിപൊളി കിഡിലൻ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ കോഡുകളൊക്കെ ആയിട്ട് നമ്മൾ വരും. അപ്പം വീഡിയോ കണ്ടതിന് നന്ദി. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.